അസ്സലാമലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ല കൊണ്ടോട്ടി എക്കാപ്പറമ്പിലുള്ള അബ്ദുൾ മജീദ് ഖാന്റെ വീട്ടിലാണ്. നെഞ്ചു പൊട്ടുന്ന ഒരു കാഴ്ചയാണ് അബ്ദുൾ മജീദ് ഖാന്റെ ഈ കടപ്പും അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു മാറ്റിയ അവസ്ഥയും. അതിനേക്കാളും ദയനീയമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും അവസ്ഥ. ഇത് അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്, അതുപോലെ തന്നെ ഇത് അവരുടെ രണ്ടാമത്തെ മകനാണ്. മജീദ് ഖാന്റെ ഈ നിൽക്കുന്ന രണ്ട് മക്കളും മാനസിക രോഗികളാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതൊക്കെ അവരുടെ ഭാര്യയാണത്. അവര് നിങ്ങളോട് സംസാരിക്കും. ഞങ്ങൾക്ക് വീടില്ല, എല്ലാരും കൂടി ഞങ്ങളെ സഹായിക്കണം. ഈ രണ്ട് മക്കളും ബുദ്ധിയില്ലാത്ത മക്കളാണ്. ഞങ്ങള് പ്രതീക്ഷ, ഈ രണ്ട് മക്കളും ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ഈ രണ്ട് മക്കൾ ആർക്കും വിട്ടുകൊടുക്കാനോ ഒന്നിനും പറ്റൂല. ഞങ്ങളല്ലാതെ പോലെ നോക്കാനുമില്ല. ഇങ്ങനെ ഇതൊടുക്കനെ ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ഈ മക്കളെ വെച്ച് ഞാൻ പറയുമ്പോ ഞാൻ സംസാരിക്കാം കേട്ടോ. കാര്യമില്ല, ഞാൻ പറയാം. വല്ലാത്തൊരു സങ്കടമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. കാരണം ഒരു 5 മാസമായിട്ടുള്ളൂ ഇദ്ദേഹം ഇങ്ങനെ ഈ കിടപ്പിലായിട്ട് കാല് മുറിച്ചിട്ട്. അതുവരെ എയ്സില് ഡ്രൈവറായിട്ട് പോയിട്ട് കുടുംബം നോക്കിയിരുന്ന ഒരാളാണ്. മൊത്തം 5 മക്കളാണ്. 5ല് 2 മക്കള് മാനസിക രോഗികളാണ് എന്റെ അടുത്ത് നിൽക്കുന്നവര്. പിന്നെ 2 പെൺകുട്ടികളുണ്ട്. 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ്. ഒരാൺകുട്ടി ഇപ്പോ പെയിന്റിംഗ് പണിക്ക് പോയിട്ടാണ് കുടുംബം ഭക്ഷണം കഴിച്ചു പോണത്. 2 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തതില് ഒരു പെൺകുട്ടിയുടെ ഭർത്താവിന് ബ്രെയിൻ ട്യൂമറാണ്. അങ്ങനെ വല്ലാത്തൊരു താളം തെറ്റിക്കിടക്കുന്ന ഒരു കുടുംബമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ എങ്ങനെ ജീവിച്ചു പോണു എന്നുള്ളത് എങ്ങനെ ഇപ്പൊ ഞാനത് പറയാം. ഒരു കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു മാനസിക രോഗി ഉണ്ടാവും. ഇതൊരു കുടുംബത്തില് ആ ഉമ്മ പറഞ്ഞതുപോലെ ആർക്കും എന്താ പറയാ, കാക്കയ്ക്കും അതുപോലെ തന്നെ ഒന്നിനും വിട്ടുകൊടുക്കാതെ സ്വന്തം മക്കളെ ഇങ്ങനെ ചിറകിന്റെ അടിയിൽ ഒളിപ്പിക്കുന്ന പറയില്ലേ, ഈ പ്രായമായിട്ടും ബുദ്ധി ഉറക്കാത്ത ഈ 2 മക്കളെയും കൊണ്ട് ഈ ഉമ്മ എന്ത് ചെയ്യും എന്നാണ്. ഇതൊരു വല്ലാത്തൊരു എങ്ങനെ ഇപ്പൊ ഞാനിത് പറയും, എന്റെ ശരീരം തന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആവുകയാണ്. ഈ കാഴ്ചകൾ, ഒരു വാപ്പ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ കിടക്കുക, 2 മക്കള് മാനസിക രോഗികളായിട്ട് ഇവിടെ നിൽക്കുക, ഒരു മരുമകൻ ബ്രെയിൻ ട്യൂമറായിട്ട് അപ്പുറത്ത് നിൽക്കുക, അവരുടെ പിറന്ന കുട്ടികൾക്കും ചെറിയ പ്രശ്നങ്ങള്. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇരിക്കാൻ വീടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, വാടക കൊടുക്കണം. ഒരു മകൻ ഈ സമയത്ത്, ഈ കൊറോണന്റെ സമയത്തും പെയിന്റിംഗ് പണിക്ക് പോയി കിട്ടുന്നത് കൊണ്ട് മരുന്ന് വാങ്ങിക്കോ, ഇവരെ നോക്കോ, വാടക കൊടുക്കോ, എന്തൊക്കെ ചെയ്യും. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. നിങ്ങൾ മുന്നോട്ട് വരണം. കാരണം ഇത്തരത്തിലുള്ള ജീവിതങ്ങൾക്ക് നമ്മളല്ലാതെ ആരുമില്ല എന്നുള്ളതാണ്. ഈ സമൂഹത്തില് നമുക്കിടയിൽ ഇതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ ഈ ഭൂമിയില് ചെറിയ ആയുസ്സിൽ മരിച്ചു പോണ്ട ആളുകളാണ്. പക്ഷേ അതേപോലെ ജീവിക്കാൻ അർഹതപ്പെട്ട ആളുകളാണ്. നമുക്കിടയിൽ വേദനിച്ച് വിഷമിച്ച് ഈ പാവങ്ങൾ ജീവിക്കുമ്പോ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് വിട്ടുകൊടുക്കരുത്. ആ ഉമ്മ പറഞ്ഞതുപോലെ ഈ മക്കളെയും കൊണ്ടിരിക്കാൻ സ്വന്തമായിട്ടൊരു വീട് കെട്ടിച്ചു കൊടുത്ത മക്കള് അത് അവരുടെ വഴിക്ക് പോയില്ലേ. അവരും വല്ലാത്തൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതിലൊരു മരുമാനിക്ക് ബ്രെയിൻ ട്യൂമർ, 2 കുട്ടികൾ, ഇങ്ങനെ ഭർത്താവാണെങ്കിൽ കാല് മുറിഞ്ഞിട്ട്, ഇങ്ങനെ എന്തൊരു ജീവിതമാണിത്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഒരു അഭ്യർത്ഥനയാണ്. ഇവരുടെ അക്കൗണ്ട് നമ്പർ, ഇവരുടെ ഫോൺ നമ്പർ ഒക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.